തിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമത നിൻമൊഴികൾ ഊരിരുളിൻ താഴ്വരയിൽ ദീപമത. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പോലീത്തായും ബോംബെ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലീത്തയുമായിരിക്കുന്ന അഭിയന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി, ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, 2009 അമേരിക്കയിൽ ഒരു ഫാമിലി കോൺഫറൻസിൽ ചെന്ന് സംബന്ധിക്കുമ്പോൾ വന്യ തിരുമേനി അന്ന് സന്തോഷ് അച്ഛനായി വാഷിങ്ടൺ സെൻറ് തോമസ് പള്ളിയുടെ വികാരിയായി ഇന്ന് അഭിമാനത്തോടെ ആ രാജ്യത്ത് സാക്ഷ്യത്തോടെ നിലനിൽക്കുന്ന ദേവാലയം പുനർനിർമ്മാണം ചെയ്ത് അതിൻ്റെ കൂദാശ നിർവഹിച്ച് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച ആ കാലയളവിൽ അവിടെ കടന്നു ചെല്ലുവാനും അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിപ്പാനും പ്രോത്സാഹനങ്ങളും ആയതുപോലെ തന്നെ സ്നേഹമൊക്കെ ഉൾക്കൊള്ളുവാനും സാധിച്ചത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ മലങ്കര സഭയുടെ താപസശ്രേഷ്ഠനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ആ വലിയ ശിഷ്യത്വത്തിൽ ആ മൂശയിൽ പരിശീലിച്ച് ഇന്ന് ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠാചാരിത്യ ശുശ്രൂഷ ഏറെ അനുഗ്രഹവുമാണ്. കൂടാതെ ഈ മലങ്കര സഭയുടെ ആത്മീയ തറവാടായ ഈ പരുമലപ്പള്ളിയുടെ മാനേജരായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ, അദ്ദേഹം ഭാഗ്യസ്മരണാർഹനായ ദിദിമോസ് ബാവായുടെ അരുമശിഷ്യനായി അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ആത്മീയതയുടെ മൂശയിൽ എല്ലാ പരിശീലനവും സിദ്ധിച്ച് ഇന്ന് ഈ സഭാ കേന്ദ്രത്തെ, ഈ ദേവാലയത്തെ ഏറ്റവും അനുഗ്രഹകരമായി നയിക്കുന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനമാണ്. കൂടാതെ ഒരു 40 വർഷമായി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ചെവള്ളൂർ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലെ അധ്യാപകനും ഇപ്പോൾ ഈ ആലയത്തിൻ്റെ മാനേജരുമായിരിക്കുന്ന ജെ മാത്തുക്കുട്ടിയച്ഛൻ, മാനേജരായിരിക്കുന്ന ജെറിനച്ഛൻ, ശുശ്രൂഷകരെ, ഈ പീഡാനുഭവാഴ്ചയിൽ ഈ ദേവാലയത്തിൽ ആരാധനയ്ക്കായി കടന്നു വന്നിട്ടുള്ള ഏവരുമേ, ആമുഖ വാക്കുകൾ കൊണ്ട് ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല. അനുവദിക്കപ്പെട്ടുള്ള സമയത്തിൽ വചന ശുശ്രൂഷ പൂർത്തീകരിക്കേണ്ടതും ഏറെ അനിവാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞു, ദിസ് ഈസ് എ പീരീഡ് ഓഫ് ക്രൈസിസ്. പ്രതിസന്ധിയുടെ ഒരു കാലയളവാണ്. പണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ പ്രതിസന്ധികൾ ഭവനമില്ലായ്മ, പട്ടിണി, വസ്ത്രമില്ലായ്മ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നെങ്കിൽ ഇന്ന് നേട്ടങ്ങളുടെ പ്രതിസന്ധി നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുകയാണ്. ലോകം ഒരു വലിയ യുദ്ധത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ നാം അറിയാതെ പോകുന്നതും ചിലപ്പോൾ അറിയിക്കാതിരിക്കുന്നതുമായ ഒട്ടനവധി ദുരന്തങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണകർത്താക്കൾക്ക് വിവേകമുണ്ടാകുവാനും യുദ്ധം സമാധാനപരമായി അവസാനിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാൻ ഈ പീഡാനുഭവാഴ്ചയിൽ നമുക്ക് കടമയുണ്ട്.
എൻ്റെ ഇടവകയിലെ ഒരു യുവാവ് ധാരാളം കടമൊക്കെ വാങ്ങി വിദേശത്ത് ഒരു പ്രതീക്ഷയോടുകൂടെ പോയി ചില പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ ആരംഭിച്ച് അവിടെ ചെന്ന് അതിൻ്റെ തുടക്കത്തിൽ ഈ യുദ്ധം കടന്നു വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സമാപിപ്പിച്ച് ഒരു ചെറിയ ഭവനത്തിൽ താമസിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം. കടവുമെടുത്ത് വിദേശത്ത് വന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതും എങ്ങുമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാതെ അഴലുകയാണ്. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ കാഹളങ്ങൾ നമ്മളെ ആരെയും കൂടുതൽ സ്വാധീനിച്ചിട്ടില്ലെങ്കിലും ജീവനും ജീവിതവും ആശങ്കയിലായി നമ്മുടെ അനേക വ്യക്തിത്വങ്ങൾ അന്യദേശങ്ങളിലെ രാജ്യങ്ങളിൽ വലയുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. എന്നാൽ കുരിശിൻ്റെ ചുവട് നാം ധന്യതയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാര സ്ഥലമാണ് എന്നുള്ളതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് അടുത്തു വരാം. ഈ പീഡാനുഭവ ആഴ്ചയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് ഈ ദിവസങ്ങൾ ധ്യാനാത്മകതയുടെ തപോദിനങ്ങളായി അനുഭവിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യഭൂമിയിൽ നാം കടന്നു വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് നടന്ന് അടുക്കുന്നെങ്കിൽ നോമ്പ്, ഉപവാസം എന്നിവയിലൂടെ ദൈവത്തോട് പറന്നടുക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പ്, ഉപവാസം, പ്രാർത്ഥന എന്നിവ ഒരു മുപ്പിരി ചരടാണ്. മുപ്പിരി ചരടിനൊരു പ്രത്യേകതയുണ്ട്, അതൊരിക്കലും പൊട്ടിപ്പോവുകയില്ല. വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു മുപ്പിരി ചരടിനോട് ഉപമിക്കാമെങ്കിൽ അത് അറ്റുപോകാതെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ധ്യാനത്താലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഈ നോമ്പിൻ്റെ തീർത്ഥാടനത്തിൻ്റെ അവസാന നാളിൽ നാം എത്തിയിരിക്കുമ്പോൾ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ വിജയമാണ്. അതിൽ പങ്കാളികളാകുവാൻ കുരിശിങ്കിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ പീഡാനുഭവ ആഴ്ചയിൽ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആരാധനയിലുള്ള അലങ്കാരങ്ങളും ഭാവങ്ങളും ഒക്കെ മാറി അനുതാപത്തിൻ്റെ കറുപ്പ് അണിഞ്ഞ് താഴ്മയുടെയും വിനയത്തിൻ്റെയും ഭാവം ധരിച്ചുകൊണ്ടുള്ള ദേവാലയത്തിലെ നമ്മുടെ സാന്നിധ്യം നമുക്കൊരു പുതുമയും ഒരു പുതുക്കവും സമ്മാനിക്കുന്നതാണ്. ആമുഖമായി കുരിശിൻ്റെ ചുവട്ടിലേക്ക് നാം അടുത്തു വന്നിരിക്കുമ്പോൾ ഈ പീഡാനുഭവ ആഴ്ചയിൽ കുരിശിൻ്റെ വഴിത്താരയിലൂടെ സഞ്ചരിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. കുരിശ് എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ക്രോസ് എന്നാണ്. കുരിശിൻ്റെ വഴിത്താര എന്ന് ആക്ഷരികമായി ഈ വാക്ക് നമുക്ക് സന്ദേശം തരുന്നു. ഒന്നാമതായി അത് സൂചിപ്പിക്കുന്നത് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. ക്രോസിൻ്റെ ആദ്യ അക്ഷരം സൂചിപ്പിക്കുന്നത് കുരിശിക്കപ്പെട്ടവനായ യേശുവിനെയാണ്. 1 കോരിന്ത്യർ 1:23 വാക്യത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം ഓർപ്പിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ വന്ന് ഈ മദ്ബഹായുടെ നടുവിൽ ഈ കുരിശിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ്. ഗലാത്യ ലേഖനം 3:1 ഓർപ്പിക്കുന്നു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? കുരിശിൻ്റെ വഴിത്താര, അതിൻ്റെ ദീപം നമുക്ക് കാണിച്ചു തരുന്നത് യേശു തന്നെയാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ വരുമ്പോൾ നാം പള്ളിയുടെ മദ്ബഹായിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഒന്നാമതായി നാം കാണുന്നത് ത്രോണോസിൽ എന്താണ്? കുരിശാണ്, കുരിശുമരം. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, കുരിശുമരമുണ്ട്, ജീവജലം അവിടെയുണ്ട്, ശ്ലീഹന്മാരുടെ പ്രതീകമായി 12 മെഴുകുതിരിക്കാലുകളുണ്ട്, ജീവൻ്റെ വചനം ത്രോണോസിലുണ്ട്, മദ്ബഹായിലുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രതീകങ്ങൾ നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ക്രൂശിൻ്റെ വഴിത്താര രക്ഷകനായ യേശു തന്നെയാണ്. ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. ദി ലാംഗ്വേജ് ഓഫ് ദി ക്രോസ് ഈസ് ലവ്, മേഴ്സി, ട്രൂത്ത് ആൻഡ് ഡിവോഷൻ. സ്നേഹവും ദയയും സത്യവും സമർപ്പണവുമാണ്
കുരിശിൻ്റെ ഭാഷ. ഈ കുരിശിങ്കിലേക്ക് നാം അടുത്തു വരുമ്പോൾ രക്ഷകനായ യേശുവിനെ ദർശിപ്പാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. രണ്ടാമതായി ഈ കുരിശിൻ്റെ വഴിത്താര, സെക്കൻഡ് ലെറ്റർ ആർ, ദാറ്റ് ഈസ് റെക്കൺസിലിയേഷൻ ആൻഡ് റിഡംഷൻ. കുരിശ് നമ്മളോട് സംഭാഷിക്കുന്നത്, കുരിശിൽ ഒരു അനുരഞ്ജനമുണ്ട്, കുരിശിൽ നമുക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. എഫേസ്യ ലേഖനം 2:15, വേർപാടിൻ്റെ നടുച്ചുവർ അവർ ഇടിച്ചു കളഞ്ഞു, ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതെ, അനുരഞ്ജനം. സൃഷ്ടിയിലെ ആദ്യത്തെ ചോദ്യം, നിന്റെ ആദമേ നീ എവിടെയാകുന്നു? ദൈവം സൃഷ്ടിച്ച മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ അനുരഞ്ജനം. പാപം മൂലം അകൽച്ചയുണ്ടായപ്പോൾ ദൈവം ചോദിക്കുന്നു, നീ എവിടെയാകുന്നു? എവിടെയെന്ന് കണ്ടുപിടിച്ച് ഈ ദിവസത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുരഞ്ജനവും നിരപ്പുമാകേണ്ടതാണ് ഈ കുരിശ് നമുക്ക് തരുന്ന രണ്ടാമത്തെ സന്ദേശം. ഈ കുരിശിൽ നമുക്കൊരു വലിയ വീണ്ടെടുപ്പുണ്ട്, ദാറ്റ് ഈസ് റിഡംഷൻ. മൂന്നാമതായി കുരിശിൻ്റെ സന്ദേശം, ദ വേ ഓഫ് ക്രോസ് ഈസ് ഒബീഡിയൻസ്. ഫിലിപ്പിയ ലേഖനം 2:8 ഓർപ്പിക്കുന്നുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷം പൂണ്ടു. അതെ, ദൈവം ദാസനായി അവതരിച്ചതിൻ്റെ പ്രതീകമാണ് ഈ കുരിശിൽ നാം ദർശിക്കുന്നത്. 3 ചിന്തകൾ ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നാം വരുമ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നാം ദർശിക്കുന്നു, ധ്യാനിക്കുന്നു. രണ്ടാമത്, ഈ കുരിശ് നമുക്കൊരു അനുരഞ്ജനം കാണിച്ചു തരുന്നു. ദൈവവും മനുഷ്യനും, സഹോദരനും. സൃഷ്ടിയിലെ രണ്ടാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ? ഇന്ന് ആരാധനയ്ക്ക് വരുമ്പോഴും ഈ ഒരു ചോദ്യം നമുക്കുണ്ടാകണം. ഒരുപക്ഷെ ഞാനും നിങ്ങളും ചിന്തിച്ചേക്കാം, ഞാൻ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, നോമ്പ് നോക്കുന്നു, മറ്റുള്ളവരെ പോലെ ഒന്നും അല്ല. ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗത്തിൽ തന്നെ നാം വായിച്ചു, യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ ജാഗ്രതയോടെ സംസാരിക്കുന്ന, മധുരവാക്ക് പറയുന്ന പരീശ സാധൂക്യ മഹാപുരോഹിത സംഘം ഇന്നും ഒരുവനെ വീഴിക്കുവാൻ ആദ്യം മുഖസ്തുതി പറയുകയും അവനെ വീഴ്ചയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന പ്രവണതകൾ പ്രബലമല്ലേ? രണ്ടാമത്, കുടുക്കു ചോദ്യങ്ങൾ. ഒരുവൻ വിവാഹം കഴിച്ചു, അവൻ മരിച്ചു, അവൻ്റെ ഭാര്യ അവശേഷിക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാർ മറ്റ് 7 പേര് അവളെ ഭാര്യയായി സ്വീകരിച്ചു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയാകും? അതെ, കർത്താവ് അതിനുള്ള മറുപടി അവർ കൊടുക്കുന്നു. പുനരുത്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. ഒരു നാണയം കൊണ്ടുവന്നിട്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? കർത്താവ് അവരുടെ ആ ഉൾഗതങ്ങളെ മനസ്സിലാക്കിയിട്ട് പറയുന്നു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്ന്. ഈ മറുപടികൾ കേട്ടിട്ട് അവർ ഇളിഭ്യരായി പിൻവാങ്ങിപ്പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, കുരിശിൻ്റെ സന്ദേശം നസ്രാനായ യേശു തന്നെയാണ്. അവനെ നമ്മുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാട്ടിയിരിക്കുന്നു. 2, കുരിശിൻ്റെ സന്ദേശം അനുരഞ്ജനവും വീണ്ടെടുപ്പുമാണ്. 3, അത് അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെതുമാണ്. 4, അത് ത്യാഗത്തിൻ്റെ സന്ദേശമാണ് കുരിശ് നമുക്ക് തരുന്നത്. കുരിശിൻ്റെ വഴി ഒരു ഈസി ഗോയിങ് അല്ല, അത് കനൽ വഴികളാണ്, കല്ലും മുള്ളും നിറഞ്ഞതാണ്, ത്യാഗവഴികളാണ്. ഈ നോമ്പിൻ്റെ സമാപനത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ എന്ത് ത്യാഗം ക്രിസ്തുവിന് വേണ്ടി സഹിപ്പാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഒരു ചിന്തകൻ്റെ ഭാവനയിൽ ഗോൽഗുത്തായിൽ ക്രൂശിൽ ആണികൾ അടിക്കപ്പെടുന്ന ക്രിസ്തുവിനെ അങ്ങ് ദൂരെ ഒരു വൃക്ഷത്തിലിരുന്നു കൊണ്ട് 2 കുരുവികൾ കാണുകയാണ്. അവർ മിണ്ടാപ്രാണികളാണെങ്കിലും ആ കാഴ്ച അവരെ വളരെ ഹൃദയഭേദകമാക്കുകയാണ്. ആ കുരുവികൾ പറന്ന് അടുത്ത് വന്നിരുന്നിട്ട് നോക്കുന്നു. അപ്പോൾ ചിലർ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു, ചിലർ മുൾക്കിരീടം ശിരസിൽ അമുക്കി വയ്ക്കുന്നു, ചിലർ കൂര ആണികൾ ശരീരത്തിൽ ആഞ്ഞടിക്കുന്നു. ഈ മനുഷ്യൻ ക്രിസ്തു വേദന കൊണ്ട് പിടയുകയാണ്. ഒന്നാമത്തെ കുരുവി പറഞ്ഞു,
ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചിത്രകാരൻ്റെ ചിത്രഭാവനയാണ്. ഒന്നാമത്തെ കുരുവി പറന്ന് ഇവരെല്ലാം മാറി നിൽക്കുമ്പോൾ അവിടെ കടന്നു ചെന്നിട്ട് ശിരസിൽ വച്ചിരുന്ന ആ മുൾക്കിരീടം, ഓരോ മുള്ളുകൾ അത് കൊത്തി മാറ്റിക്കളയുകയാണ്. അങ്ങനെ കൊത്തി മാറ്റുമ്പോൾ അതേ ആ കുരുവിയുടെ കണ്ണുകളിൽ മുള്ളുകൾ കൊണ്ട് അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അത് പറന്നു വന്ന് മറ്റേ കുരുവിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ആ മനുഷ്യൻ്റെ വേദന അകറ്റുവാൻ, ക്രൂര മുള്ളുകൾ കൊത്തിമാറ്റുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ കാഴ്ച പോയി എങ്കിലും, എനിക്ക് മുറിവേറ്റെങ്കിലും ആ മനുഷ്യൻ്റെ ശിരസിലെ വേദന കുറയ്ക്കുവാൻ എനിക്ക് സാധിച്ചു. രണ്ടാമത്തെ കുരുവി ഇത് കേട്ടിട്ട് പറന്ന് ആ യേശുവിൻ്റെ അടുക്കിലേക്ക് പറന്നു ചെല്ലുകയാണ്. അവൻ നോക്കുമ്പോൾ ശക്തമായ ആണികൾ മരത്തോട് ചേർന്ന് അടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കുരുവി അനവധി പ്രാവശ്യം തൻ്റെ മൃദുലമായ ചുണ്ടുകൾ കൊണ്ട് ആണികൾ വലിച്ചൂരുവാൻ പരിശ്രമിക്കുന്നു. പല പ്രാവശ്യം പരിശ്രമിച്ചിട്ടും അത് ഊരി വരുന്നില്ല. എന്നാൽ അല്പം ഇളക്കുവാൻ കഠിന പരിശ്രമം കൊണ്ടതിന് സാധിച്ചു. പക്ഷേ ആണി അല്പം ഇളകിയെങ്കിലും ആ ചെറു പക്ഷിയുടെ ചുണ്ടുകൾ ഒടിഞ്ഞുപോയി. അത് മടങ്ങി വന്ന് കണ്ണുകൾ നഷ്ടപ്പെട്ട കുരുവിയോട് പറഞ്ഞു: അതേ, ആ മനുഷ്യൻ്റെ വേദന കുറയ്ക്കുവാൻ അതേ ഒരു ആണി അല്പം ഊരുവാൻ എനിക്ക് സാധിച്ചു. ഇതല്പം ആലങ്കാരികമായി തോന്നുമെങ്കിലും 2026 പീഡാനുഭവാഴ്ചയിലേക്ക് നാം കടന്നു വരുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ ശബ്ദപരിധിയിൽ മാത്രമല്ല, ലോകം മുഴുവനിലും അത് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഈ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മോട് തന്നെയാണ്: എൻ്റെ ക്രിസ്തുവിന് വേണ്ടി എന്ത് ത്യാഗം സഹിപ്പാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്? അനുഗ്രഹിക്കപ്പെട്ടവരെ, നാലാമതായി കുരിശിൻ്റെ വഴിത്താര, കുരിശിൻ്റെ സന്ദേശം, അത് സാൽവേഷനാണ്. കുരിശ് നമ്മെ നയിക്കുന്നത് മോക്ഷത്തിലേക്കാണ്. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെ ഞാൻ മോക്ഷയാത്ര ഞാൻ നടപ്പത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പീഡാനുഭവാഴ്ചയിൽ കുരിശിൻ്റെ വഴിത്താരയിലേക്ക് നാം വരുന്ന യാത്ര മോക്ഷത്തിലേക്കുള്ള യാത്രയാണ്. ഇറ്റ് ഈസ് എ ജേർണി ടു സാൽവേഷൻ. 1 കൊരിന്ത്യർ 1:18. ഞാനിത് വെറുതെ ഒരു ആശയം ആക്ഷരിക വ്യാഖ്യാനം നൽകുകയല്ല. വേദപുസ്തക വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 ചിന്തകളും 5 അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നത്. അവിടെ പൗലോസ്ലീഹ ലോകത്തോട് പറയുന്നു, ക്രൂശിൻ്റെ വചനം. ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാമോ? ധൈര്യമായിട്ട് പറഞ്ഞാട്ട്. കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ശക്തിയുമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കുരിശിൽ നമുക്ക് ശക്തി പ്രാപിക്കാം. കർത്താവിൻ്റെ ഈ പീഡാനുഭവങ്ങളുടെ ഈ ദിവസത്തിൽ ഈ 5 സന്ദേശങ്ങൾ കുരിശിൻ്റെ വഴിത്താരയിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയണമെന്നുള്ള 5 സന്ദേശം. 1, കുരിശിൻ്റെ വഴി നസ്രായിൻ്റെ വഴിയാണ്. അത് ക്രിസ്തു തന്നെയാണ്. ഐ ആം ദ വേ, ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ വഴിയെ നമുക്ക് യാത്ര ചെയ്യാം. രണ്ടാമത്, ഇറ്റ് ഈസ് ദ വേ ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് റിഡംഷൻ. മൂന്നാമത്, അത് ദ വേ ഓഫ് ഒബീഡിയൻസ്. ദൈവരൂപത്തിലിരിക്കാതെ താണിറങ്ങി വന്ന അനുസരണയുടെ ഭാവമാണ്. നാലാമത്, അത് ത്യാഗത്തിൻ്റെ വഴിയാണ്, വേ ഓഫ് സാക്രിഫൈസ്. ഇന്നത്തെ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ത്യാഗമില്ലാത്ത യാഗം. വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്. കഷ്ടപ്പെടാതില്ലാത്ത ആത്മീയതയും അനുഗ്രഹവും നേടുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ആധുനിക ആത്മീയത, അതാണ് ഇന്ന് പ്രബലമായിരിക്കുന്നത്. എനിക്ക് ഇവിടെ വന്ന് കിട്ടിയില്ലെങ്കിൽ എവിടെ പോയാൽ ആരെ കൂട്ടുപിടിച്ചാലും എനിക്ക് അത് ലഭിക്കുമെങ്കിൽ സാത്താനു വരെ സേവ ചെയ്ത് കാര്യം സാധിക്കുവാൻ പോകുന്ന ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് പ്രബലമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയത എവിടെ നിൽക്കുന്നു?
ജീവിതത്തിൻ്റെ ത്യാഗത്തിലൂടെയും വേദനയിലൂടെയൊക്കെ ദൈവകൃപ അനുഭവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ദ വേ ഓഫ് ക്രോസ് ഈസ് ദ വേ ഓഫ് സാൽവേഷൻ. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ് കുരിശിൻ്റെ ഈ വലിയ വഴിത്താര എന്ന് പറയുന്നത്. ആമുഖമായി ഇത്രയും വാക്കുകൾ നമ്മുടെ ചിന്തയിലേക്ക് തന്നു എന്ന് മാത്രം. നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 75-ാം വാക്യം. പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 75-ാം വാക്യം. എന്നാറെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോട് പൊട്ടിക്കരഞ്ഞു. പത്രോസ് പുറത്തുപോയി അതിദുഃഖത്തോട് പൊട്ടിക്കരഞ്ഞു. നമുക്ക് ചേർന്ന് പാടാം. പരനെ തള്ളിപ്പറഞ്ഞ പത്രോസതിരാവിലെ സമയേ, പരനെ തള്ളിപ്പറഞ്ഞ പത്രോസതിരാവിലെ സമയേ, പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുത്ത ദുഃഖം നിറഞ്ഞു പൊട്ടിക്കരഞ്ഞു. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ശ്രേഷ്ഠ സാന്നിധ്യവും മാധ്യസ്ഥവുമുള്ള ഈ ആലയത്തിൽ ഈ പീഡാനുഭവ ആഴ്ചയിൽ കുരിശിൻ്റെ ചുവട്ടിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ നീ സഹായിച്ചുവല്ലോ. കഴിഞ്ഞ വർഷം ഈ വലിയ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ഞങ്ങളോടുകൂടെ ഇല്ല. കർത്താവെ, അനവധി ദുഃഖങ്ങളും ദുരന്തങ്ങളും വീഴ്ചകളും താഴ്ചകളും ഞങ്ങളെ കാണുമാറാക്കിയെങ്കിലും ഈ വലിയ ദിവസത്തിലെ ആരാധനയ്ക്കായി നീ ഞങ്ങളെ വിളിച്ചു വേർതിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമേ, നിന്റെ മക്കളിൽ മനസ്സലിയണമേ. കടന്നു വന്നിട്ടുള്ളവരാരും നിറഞ്ഞ സംതൃപ്തിയോടല്ല കടന്നു വന്നിട്ടുള്ളത്. അധ്വാന ഭാരത്താൽ വലയുന്നവരുണ്ട്, മാരക രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരുണ്ട്, ജീവനെയും ജീവിതത്തെയും ഓർത്ത് ആശങ്കകളിലും ആകുലതകളിലും കഴിയുന്നവരുണ്ട്. തൊട്ടടുത്തിരിക്കുന്നവർക്ക് അടുത്തിരിക്കുന്നവൻ്റെ വേദനയും ദുഃഖവും അറിഞ്ഞുകൂടായെങ്കിലും നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ദേവാലയത്തിൽ വന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് പലവിധ പ്രയാസങ്ങളുണ്ടായിരുന്നു. അവളുടെ പ്രതിയോഗി അവളെ വേദനിപ്പിക്കുമായിരുന്നു. അവൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൾ പുരോഹിതനോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. എൻ്റെ സങ്കടം ഞാൻ ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം വെളിയിലേക്ക് കേൾപ്പാനില്ലായിരുന്നു. കർത്താവെ, ഇന്ന് ഈ ധ്യാനപീഠത്തിങ്കലേക്ക് കാൽവറിയിലെ കുരിശിലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ മനോദുഃഖങ്ങളും വേദനകളും നീ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളെ നീ ദുഃഖത്തോടെ മടക്കി അയക്കരുതേ. ഞാൻ നിന്റെ വചനത്തെ അയച്ച് നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം മനോഭാരത്താലും ജീവിത സംഘർഷങ്ങളാലും അടുത്തു വന്നിരിക്കുന്ന നിന്റെ മക്കളെ മേൽ ആശ്വാസത്തിൻ്റെ പനിമഞ്ഞ് ചൊരിയണമേ. കർത്താവെ, ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ നിന്റെ വചനത്താൽ ഞങ്ങൾക്ക് പുതുശക്തി നൽകണമേ. കർത്താവെ, പുനരുത്ഥാനത്തിൻ്റെ വിജയത്തിൽ പങ്കാളികളാകുവാൻ ഈ ശുശ്രൂഷ ഞങ്ങളെ പ്രാപ്തമാക്കണമേ. ഇപ്പോൾ ഇവിടെ തലവണക്കിയിട്ടുള്ള ഏവരെയും വലം കൈ നീട്ടി ആശീർവദിക്കണമേ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. പത്രോസ് പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, പശ്ചാത്തല വ്യാഖ്യാനത്തിലേക്ക് സമയപരിമിതി കൊണ്ട് ഞാൻ കടക്കുന്നില്ല. വള്ളവും വലയും ഉപേക്ഷിച്ച് സകലത്തിൻ്റെയും നാഥനെ പിൻപറ്റിയ ശിഷ്യന്മാർ, അതിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന പത്രോസ്ലീഹ, ആത്മാർത്ഥത കൊണ്ട് യേശുവിനോടുള്ള അത്യധികമായ സ്നേഹവും ഭക്തിയും കൂറും പ്രഖ്യാപിച്ചവൻ, സ്നേഹം പ്രകടമാക്കുന്നതിന് വേണ്ടി മഹാപുരോഹിതൻ്റെ ചെവി ഛേദിക്കുന്നവൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18:10. എല്ലാവരും ഇടറിയാലും ഒരു നാളും ഞാൻ ഇടറുകയില്ല എന്ന് ഉറക്കെ ഘോഷിച്ചവൻ. കർത്താവ് തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ, ഗുരു, അങ്ങനെ ഒരു നാളും നിനക്ക് ഭവിക്കരുതേ എന്ന് കയറി സംസാരിക്കുന്നവൻ. എന്നാൽ തൻ്റെ ഗുരു വേദന അനുഭവിക്കുന്നത് കണ്ടിട്ട്, ഭീകരദൃശ്യങ്ങൾ കണ്ടിട്ട് ഓടി ഒളിക്കുന്ന ഗുരുവിനെ വിട്ട് ഓടിപ്പോകുന്ന പത്രോസ്. അവൻ ഓടി ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ആദ്യം ഒരാൾ വന്ന് ചോദിക്കുന്നു, നീയും ആ യേശുവിൻ്റെ കൂടെയുള്ളവനല്ലയോ? ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. രണ്ടാമത് വന്ന് ചോദിക്കുന്നു, അവൻ വീണ്ടും ആണയിടുന്നു, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. മൂന്നാമതും ചോദിക്കുന്നു, അവൻ നിഷേധിക്കുക മാത്രമല്ല, പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്താണ് 2026 ഈ ശിഷ്യൻ്റെ ജീവിതക്രമത്തിന് നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള പ്രസക്തി? ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ ശിഷ്യത്വത്തിൻ്റെ പടവുകൾ സ്വീകരിച്ച പിന്തുടരുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ ചില സന്നിഗ്ധഘട്ടങ്ങളിൽ ഇതുപോലെ തള്ളിപ്പറയുകയും പ്രാകുകയും ഓടിപ്പോവുകയും ചെയ്യുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതേ, പത്രോസിനെ പോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞ ജീവിതാനുഭവങ്ങൾ എത്രയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. യേശുവിൻ്റെ പീഡാനുഭവങ്ങളുമായി നാം ചിന്തിക്കുമ്പോൾ ഒട്ടനവധി വ്യക്തിത്വങ്ങളെ നാം കാണുന്നുണ്ട്. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ യേശു വലിയവനാണെന്നും ദൈവമാണെന്നും അറിയാം. പക്ഷേ യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ കണ്ടവൻ, യേശു വെള്ളത്തിന്മേതെ നടക്കുന്നത് കണ്ടവൻ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നത് കണ്ടവൻ, കുരുടന് കാഴ്ച കൊടുത്തത് കണ്ടവൻ, അതേ മുടന്തന് സൗഖ്യം കൊടുത്തത് കണ്ടവൻ, മരിച്ചവനെ ഉയർപ്പിക്കുന്നത് കണ്ടവൻ. പക്ഷേ ഇവിടെയെല്ലാം തള്ളിപ്പറച്ചിലിൻ്റെ ഒളിച്ചോട്ടമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ചില ചിന്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് യേശു ചരിത്രത്തിൽ ഇത്രയും ഹീനമായ ക്രൂശുമരണം ഏറ്റത്? സ്വന്തം ശിഷ്യന്മാർ പോലും ഓടി ഒളിക്കുന്നു. എന്നാൽ യൂദ ഒറ്റുകൊടുത്തു എങ്കിലും അവസാനത്തിൽ അവനൊരു ചിന്താഭാരമുണ്ടാകുന്നു. അവൻ പറയുന്ന ഒരു കുറ്റസമ്മതമുണ്ട്. എന്താ യൂദ പറഞ്ഞത്? ഈ വേദനയും യാതനയും ഒക്കെ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ യൂദാജ് എന്ന് പറയുന്ന ഒരു കുറ്റസമ്മതമുണ്ട്. എന്ത്? ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റുകൊടുത്തു. രണ്ടാമത് ഒരു ന്യായാധിപൻ ബോധ്യത്തിന് വിരുദ്ധമായി വിധിച്ചിട്ട് തൻ്റെ മനസാക്ഷിയോട് നടത്തുന്ന ഒരു കുറ്റസമ്മതമുണ്ട്. പീലാത്തോസ് എന്താ പറയുന്നത്? ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. മൂന്നാമത് ഈ കൊലപാതകം നിർവഹിക്കുന്നതിന് വേണ്ടി സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന പടയാളികളുടെ ശതാധിപൻ പറയുന്ന ഒരു കുറ്റസമ്മതമുണ്ട്. എന്ത്? ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. അപ്പോൾ ഒരുവൻ പറയുന്നു, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റുകൊടുത്തു. രണ്ടാമൻ പറയുന്നു, എന്താ? ഈ മനുഷ്യൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. പക്ഷേ അവൻ നീതിയോടെ വിധിച്ചില്ല. മൂന്നാമത്തവൻ പറയുന്നു, ഇവൻ ദൈവപുത്രനായിരുന്നു, ബോധ്യപ്പെട്ടെങ്കിലും അവനെ മരണത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു. നാലാമത് ഒരാൾ പറയുന്നുണ്ട്, ഒരാളുടെ ഭാര്യ, ആരാ? പീലാത്തോസിൻ്റെ ഭാര്യ സമ്മതിക്കുന്നു. എന്ത്?
അയ്യോ, ഈ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യേശു നീതിമാനാണെന്ന് സാക്ഷിക്കുന്നു. യേശുവിന് വിരുദ്ധമായി ബാഹ്യമായി പുറമേ പ്രവർത്തിച്ചവർ മനസ്സാക്ഷിക്ക് അനുസരണമായി സത്യത്തെ സമ്മതിക്കുമ്പോൾ ചേർന്ന് നടന്നവൻ, ശിഷ്യത്വത്തിൻ്റെ പാത സ്വീകരിച്ചവൻ തള്ളിപ്പറയുകയും ആയതുപോലെ തന്നെ ഓടി ഒളിക്കുകയും സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് എങ്ങനെ തള്ളിപ്പറയുവാനുള്ള കാരണങ്ങളും യഥാസ്ഥാനപ്പെടുവാനുമുള്ള അവസരങ്ങൾ പത്രോസിലുണ്ടായി. ചുരുക്കമായി ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമതായി, ഈ തള്ളിപ്പറയുവാനുള്ള കാരണങ്ങൾ യേശുവിൽ നിന്ന് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ നന്മകളെ അവൻ മറന്നുപോയി. അതേ, പദവികളും അധികാരങ്ങളും അനുഗ്രഹങ്ങളിൽ ലഭിച്ചപ്പോൾ ചേർന്ന് നിന്നു. ബലഹീനതകൾ വന്നപ്പോൾ ഓടിപ്പോയി. ക്രിസ്തീയ ജീവിതത്തിൽ ഇത് നമ്മെ ഭരിക്കുന്ന നമ്മുടെയും ഒരു ശീലമല്ലേ? വിംബിൾട്ടൺ ടെന്നീസ് ജേതാവായിരുന്ന, ഒട്ടനവധി ലോക കിരീടങ്ങൾ നേടിയ ആർതർ ആഷെ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ അമേരിക്കൻ പത്രങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം മരണത്തോട് ഏറ്റവും അടുത്തു വന്നിരിക്കുന്നു. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അന്ന് ഫോണോ സന്ദേശങ്ങൾ അയക്കുവാനുള്ള സൗകര്യങ്ങളുമില്ല. അനേകർ അദ്ദേഹത്തിൻ്റെ പേരിൽ കത്തെഴുതി. സുബോധമുണ്ടായിരുന്നതുവരെ അദ്ദേഹം ആ കത്തുകൾക്കെല്ലാം മറുപടി അയക്കുമായിരുന്നു. ഒരു കത്തിലെ ചോദ്യം ഇതായിരുന്നു: നന്മയോടെ ജീവിച്ച അങ്ങയ്ക്ക് എന്തുകൊണ്ട് ദൈവം ഇത്രയും വലിയ ഒരു മാരക രോഗം തന്നു? സ്പോർട്സ് സ്പിരിറ്റിൽ അദ്ദേഹം അതിന് അതേ നാണയത്തിൽ ഒരു മറുപടി ലെറ്ററിൽ എഴുതി കൊടുത്തു, അയച്ച് പോസ്റ്റ് ചെയ്തു. ആ മറുപടി ഇദ്ദേഹമായിരുന്നു: സഹോദര, ഞാൻ കഴിഞ്ഞകാല ജീവിതത്തിൽ അനേകരെ തോൽപ്പിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ വിംബിൾട്ടൺ ടെന്നീസ് കിരീടം വാങ്ങി കൈ ഉയർത്തി നിന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ, എന്തിനാണ് എല്ലാവരെയും തോൽപ്പിച്ച് എനിക്ക് ഈ വലിയ കിരീടം തന്നത് എന്ന് ചോദിച്ചില്ല. ഇപ്പോൾ എനിക്ക് ഈ വേദന വന്നപ്പോൾ എൻ്റെ ദൈവത്തോട് എന്തിനാണ് എനിക്ക് ഈ വേദന എന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന്. വലിയ ഒരു ചിന്ത ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ സുഖങ്ങളിൽ ചേർന്ന് നിൽക്കുകയും പ്രതിസന്ധികളിൽ മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു ആത്മീയത ഇന്നത്തെ ആത്മീയതയിൽ നമ്മൾ കണ്ടുവരുന്ന വലിയ ഒരു ദൃശ്യമാണ്. ഇതല്ല ശിഷ്യത്വത്തിൻ്റെ ആ രൂപവും ഭാവവും എന്ന് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുവിൽ നിന്ന് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ നന്മകളെ മറന്നുപോയി. ഇതിൽ നിന്ന് 2-3 സന്ദേശങ്ങൾ അക്കമിട്ട് നാം ഓർക്കുക. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം മറന്നു പോകരുത്. പെരുമ്പടം ശ്രീധരൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു സാഹിത്യകൃതിയാണ് സങ്കീർത്തനം എന്നുള്ളത്. അതിൽ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ നടന്ന് ക്ഷീണിച്ച് വഴിയരികിൽ നിന്നുകൊണ്ട് തന്നോട് തന്നെ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ഞാൻ ആരായിരുന്നു? ഞാൻ ആരായിരുന്നു? ഇന്ന് ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് അടുത്തു വരുമ്പോൾ ഞാനും നിങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഞാൻ ആരായിരുന്നു? ഞാൻ ഒരു ദിവസം കൊണ്ട് ഈ കോറപ്പിസ്കോപ്പെ ആയതാണോ? അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അഭിയുന്യ തിരുമേനി ആയതാണോ? ഇന്ന് നാം കാണുന്ന അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ പദവികൾ നമ്മൾ ഇന്ന് ആർജിച്ചെടുത്തത് ഒരു ദിവസം കൊണ്ടാണോ? ഞാൻ ആരായിരുന്നു? ഞാൻ എങ്ങനെ ഇവിടം വരെ വന്നു? ഇനി എങ്ങോട്ട് പോകുന്നു? കടന്നു വന്ന വഴികളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. ഇന്നത്തെ ആത്മീയതയിലും ഭൗതികതയിലും നാം കാണുന്ന ഒരു അപജയം എന്തെന്ന് ചോദിച്ചാൽ, കടന്നു വന്ന വഴികളെയും കടത്തിവിട്ടവനെയും വിസ്മരിച്ചു പോകുന്ന ആത്മീയത. ഇതാണ് പത്രോസിനും പറ്റിയ പരാജയം. വെറും വലയും വള്ളവുമായി നടന്ന് മീൻ പിടിച്ചവനെ, അത്ഭുതങ്ങളുടെ അനുഗ്രഹങ്ങളുടെ കൊടുമുടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവനെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ വിട്ടിട്ട് ഓടിപ്പോകുന്ന
ആ ജീവിതശൈലി നമ്മൾ ഒരിക്കലും അനുവർത്തിപ്പാൻ ഇടയാകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം മറന്നു പോകരുത്. 2, ദൈവം നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ നാം മറന്നു പോകരുത്. ആവർത്തന പുസ്തകം 4:9 പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് നീ വിളിച്ചപ്പോഴൊക്കെ നിനക്ക് അടുത്തായിരുന്നു. കണ്ണാലെ നീ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെയും ആയുഷ്കാലത്ത് നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെയും അതിനെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നീ കണ്ണാലെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും ജാഗ്രതയോടെ കാത്തുകൊള്ളുക. 3, നീ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നീ മറന്നു പോകരുത്. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മറന്ന് പത്രോസ് ഓടിപ്പോയെങ്കിൽ, ഇവിടെ യെശയ്യാ പ്രവചനം 49:15 പറയുന്നു, പെറ്റാ തള്ള കുഞ്ഞിനെ മറക്കുമോ? അഥവാ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതെ, ഞാൻ നിന്നോട് കരുണ കാണിക്കാതിരിക്കുകയില്ല. ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ താങ്ങും. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുവിൽ നിന്ന് കണ്ടതും അറിഞ്ഞതും കേട്ടതും എല്ലാം അവൻ മറന്നുപോയി. തള്ളിപ്പറച്ചിലിനുള്ള, ഓടിപ്പോകുവാനുള്ള ഒന്നാമത്തെ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറക്കാതെ മായാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ചില അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് വന്ന് മുട്ടുമടക്കി ദേവാലയത്തിലിരിക്കുവാൻ അവസരവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനം അതാണ്. നടന്ന് ഈ പള്ളിയിൽ വരെ വന്ന് മുട്ടുമടക്കിയിരിക്കുവാൻ ബലമുണ്ടെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടിയൊന്നും നമ്മൾ പോകേണ്ട. സ്വന്തം കൈകൊണ്ട് പരസഹായം കൂടാതെ ഒരു ഗ്ലാസ് വെള്ളം വായിലോട്ട് അടുപ്പിക്കുവാൻ, കുടിക്കുവാൻ, കൈകൊണ്ടൊന്ന് വാരിത്തിന്നുവാൻ ബലമുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് പോയി അവിടെ ഉന്നതമായ ഒരു നിലയിൽ എത്തിച്ചേർന്ന ഒരു മനുഷ്യൻ, ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജീവിതമാർഗം കാട്ടിക്കൊടുത്ത ഒരു മനുഷ്യൻ, എൻ്റെ ഒരു അയൽക്കാരനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം വിദേശത്തായിരിക്കുമ്പോൾ ഒരു ദിവസം ഒന്ന് ചുമച്ചു. ആ ചുമയിൽ എന്നും കാണുന്ന ഒരു കഫം വെള്ളനിറമെങ്കിൽ ഒരല്പം നിറവ്യത്യാസം കണ്ടു. അദ്ദേഹം കൊണ്ടുപോയി അവിടെ പരിശോധിച്ചപ്പോൾ വൈദ്യശാസ്ത്രം പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി കൊടുത്തു. എന്താ? അത് ലങ്സിൻ്റെ ക്യാൻസർ അതിൻ്റെ 4th സ്റ്റേജിൽ കടന്നിരിക്കുന്നു. ലോകത്തിലെവിടെയും കൊണ്ടുപോയി ചികിത്സിപ്പാൻ ധനവും സ്വാധീനവും ശക്തിയുമുള്ള മനുഷ്യൻ. അദ്ദേഹം അവിടെ കുറേ നാൾ കിടന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് കിട്ടി. അദ്ദേഹം പറയുന്ന സംസാരം, അദ്ദേഹത്തെ മുമ്പ് കണ്ടപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ആ മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിയുന്നില്ല. എങ്കിലും ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 36 ഞായറാഴ്ച കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത തിങ്കളാഴ്ച ഞാൻ എൻ്റെ അയൽക്കാരനുമൊത്ത് കാരിത്താസ് ആശുപത്രി സന്ദർശനത്തിനായിപ്പോയി. അവിടെ ചെല്ലുമ്പോൾ പ്രിയ മകളും സഹോദരിയും അവരോട് ചേർന്ന് നിൽപ്പുണ്ട്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എങ്കിലും ഒന്നും സംസാരിപ്പാൻ കഴിയുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നനഞ്ഞു, കണ്ണുനീർ പൊഴിഞ്ഞു വീണു. ഇതൊക്കെ ആരുടെയെങ്കിലും അവസ്ഥകളാകുമ്പോൾ നമ്മെ ഇതൊന്നും സ്പർശിക്കാറില്ല. എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്, ഇല്ലേ? അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ മുറിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അന്തരംഗത്തോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ നാളെ ഇത് എൻ്റെയും അവസ്ഥയാകാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒന്നിലും അഹങ്കരിക്കരുത്. നാളെ നിൻ്റെ ജീവിതത്തിൽ ഒരു ചുമ നിൻ്റെ ജീവിതത്തിൻ്റെ മാരകാവസ്ഥയിലേക്ക് നിന്നെ തള്ളിവിടുന്നെങ്കിൽ നിൻ്റെ പദവികളിൽ നീ അഭിരമിക്കരുത്, അഹങ്കരിക്കരുത്. സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും അധികാരങ്ങളും സമ്പത്തും വരുമ്പോൾ സ്വയം മറന്ന് ജീവിക്കുന്ന ഒരു ആത്മീയത ഇന്ന് നാം കാണുന്നുണ്ട്, അല്ലേ?
ഇവിടെ കർത്താവ് സ്വർഗത്തിൻ്റെ ഉന്നതി വിട്ട് താഴെ ദാസ്യവേഷം പൂണ്ട് കോലമരം യാഗപീഠമായി തിരഞ്ഞെടുത്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ അത് ഇന്ന് ലോകത്തിൻ്റെ അഭിമാനവും അനുഗ്രഹവുമാകുന്നു, അല്ലേ? ആത്മതപനത്തിൻ്റെ ഈ നാളുകളിൽ അതേ നമ്മൾ ക്രൈസ്തവ സഭ മുഴുവനും യാഗപീഠം കറുത്ത മറ കൊണ്ട് മറച്ചിട്ട് ഗോൽഗുത്ത യാഗപീഠമായി സ്വീകരിച്ച് അതിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുകയാണ്. പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ അനുഭവം തള്ളിപ്പറയുവാനുള്ള കാരണം സ്വന്ത ശക്തിയിലും സ്വാധീനത്തിലും ഉള്ള ആത്മപ്രശംസയായിരുന്നു, അല്ലെങ്കിൽ ഉന്നത ഭാവമായിരുന്നു. അതേ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഭാവിക്കേണ്ടതിലുപരി സ്വയം ഭാവിക്കാതെ വിനയമുള്ളവരായിരിപ്പീൻ. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാമോ, വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. സദൃശ്യവാക്യങ്ങൾ 16-18 പറയുന്നു, നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. ആ മനുഷ്യന് തലയ്ക്ക് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. വൈദ്യശാസ്ത്രം അദ്ദേഹത്തിൻ്റെ ദിവസത്തിന് പരിമിതി അറിയിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അത് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു. അവിടെ നിന്നവർ പറഞ്ഞതനുസരിച്ച് തൊട്ടടുത്ത റൂമിലും അതെ ഒരു സിസ്റ്റർ, 78 വയസ്സുള്ള ഒരു സിസ്റ്റർ അവിടെയും കിടക്കുന്നു. അതൊരു ക്യാൻസർ വാർഡാണ്. അവിടെ പോയി അവരെയും കണ്ടപ്പോൾ അവരുടെ മുഖം പോലും മറയത്തക്ക രീതിയിൽ അവരുടെ ഉദരം ലിവറിൻ്റെ ക്യാൻസർ കൊണ്ട് അത് വീർത്തിരിക്കുകയാണ്. ഓരോ 2 ആഴ്ചയിലും വെള്ളം കുത്തിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മളൊക്കെ അഹങ്കരിക്കാറുണ്ട്. വി ആർ നത്തിങ്. നമ്മളാരും ഒന്നുമല്ല. എൻ്റെയും നിങ്ങളുടെയും ചില മുള്ളുകളൊക്കെ ഒന്ന് ഒടിയണമെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഒന്ന്, നാം പോകേണ്ടത് ആശുപത്രികൾ സന്ദർശിക്കണം. അത് ക്യാൻസർ വാർഡുകൾ തന്നെ സന്ദർശിക്കണം. അവിടെ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന രോഗികളും വൈദ്യശാസ്ത്രം കൈമലർത്തുന്ന സാഹചര്യങ്ങളിലും നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ജയിലുകൾ നാം സന്ദർശിക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ വില നമുക്കറിയുവാൻ കഴിയും. ആശുപത്രി ആരോഗ്യത്തിൻ്റെ വില നമ്മെ പഠിപ്പിക്കും. മൂന്നാമത് നമ്മൾ എന്നും പോകേണ്ട ഒരു സ്ഥലമാണ് പള്ളിയിൽ ചെല്ലുമ്പോൾ. പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുകയല്ല, പിന്നെ ആ സെമിത്തേരിയും കൂടെ ഒന്ന് സന്ദർശിക്കണം. അവിടെ നമ്മുടെ ആരാധനയിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കബറു തുറന്നു നിരീക്ഷിക്ക, വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു, അവരയ്യോ മണ്ണായി. കർത്താവേ സഹതാപം നിൻ പ്രതിരൂപത്തോടു തോന്നണമേ. ഓരോ സെമിത്തേരിയിലും ചെല്ലുമ്പോൾ നമ്മൾ അവിടെ നമ്മെ ഓർപ്പിക്കുന്ന ചില കാഴ്ചകൾ, അവരെല്ലാം വീരന്മാരും സുന്ദരരും പരാക്രമികളും പാണ്ഡിത്യമുള്ളവരുമായിരുന്നു. പക്ഷേ അവർ മണ്ണായി. പക്ഷേ മണ്ണോട് ചേർന്നുവെങ്കിലും ഇവിടെ ഒരു കബറിടമുണ്ട്, ഒരു പരിശുദ്ധ പിതാവിൻ്റെ. അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന കാലത്ത് അതേ സ്വയം അഹങ്കരിക്കാതെയും ആയതുപോലെ തന്നെ ദൈവത്തോട് മത്സരിക്കാതെയും വിനയപ്പെട്ടും വിധേയപ്പെട്ടും ഞാനൊന്നുമില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവസന്നിധി സമർപ്പണത്തോടുകൂടെ ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലിൻ്റെ മൂന്നാമത്തെ കാരണം, കർത്താവിനോടുകൂടെ ഉണർന്നിരിപ്പാൻ അവന് കഴിഞ്ഞില്ല. കർത്താവിനോടുകൂടെ ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ല. കർത്താവ് തൻ്റെ പീഡകളെക്കുറിച്ച് ശിഷ്യന്മാരെ ഓർപ്പിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനോഭാവമൊന്നും അവർക്കില്ലായിരുന്നു. അവർ അലസത പൂണ്ടു. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, അതെ, ഒരു നാഴികയെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിപ്പാൻ കഴിയുകയില്ലയോ? എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരാളെ പേര് ചൊല്ലി ചോദിക്കുന്നുണ്ട്. ചിന്തോദ്ദീപകമായ ചോദ്യം. അതെ, പത്രോസിനോട്, ശീമോനെ, നീയും ഉറങ്ങുകയാണോ? ഇന്നത്തെ ആത്മീയതയിൽ നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം, നമ്മൾ ആത്മീയമായി ഉണർവുള്ളവരോ ഉറങ്ങുന്നവരോ എന്നുള്ള ചിന്തയാണ്. വെളിപാട് പുസ്തകം 3-ന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ
സർദീസിലെ സഭയുടെ ചില പാപങ്ങളെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ആരാകുന്നു? മരിച്ചവനായിരിക്കുന്നു. ഇന്നത്തെ ആത്മീയതയുടെ ഒരു ഭാവവും ഇത് തന്നെയാണ്. പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ചകാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട്, പക്ഷേ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, ആത്മീയതയിൽ നാം ഇവിടെ നിൽക്കുന്നു. നമ്മുടെ ഈ മാർച്ച് മാസം നോമ്പിൻ്റെ മധ്യത്തിൽ ദേവാലയങ്ങളിലെ അടുത്ത വർഷത്തേക്കുള്ള ഭരണസമിതികളുടെ തിരഞ്ഞെടുപ്പിൻ്റെ പൊതുയോഗങ്ങളാണ്. ഗോൽഗൊത്ത ദേവാലയ മധ്യത്തിൽ നാട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം പോലുമില്ലാതെ അവിടെ സഹോദരൻ്റെ നേരെ കൈയൂങ്ങുന്നവനും സഹോദരനെ പുറത്താക്കുവാൻ ശ്രമിക്കുന്നവനും അതിനുവേണ്ടി തന്ത്രങ്ങൾ മനയുന്നവനും ഇന്ന് നാം ഏവൻഗേനിയിൽ കേട്ടതുപോലെ കുടുക്ക് ചോദ്യങ്ങൾ നിർമ്മിക്കുന്നവനും അങ്ങനെ രഹസ്യത്തിൽ സഹോദരനെ കൊല്ലുന്നവരുമായിട്ട് ആത്മീയതയിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ ആരാകുന്നു? നീ ആരാകുന്നു? മരിച്ചവനാകുന്നു. അവർ കൊടുക്കുന്ന ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സർദീസിലെ സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണെങ്കിലും ഒന്ന് അവിടെ ഓർപ്പിക്കുന്നു, നീ ഒന്ന് ഉണരണം, നീ ഒന്ന് ഉണരണം. രണ്ടാമത് പറയുന്നു, ചാകാറായ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കണം. മൂന്നാമതായി പറയുന്നു, നീ പ്രാപിച്ചതും കണ്ടതും കേട്ടതും സൂക്ഷിച്ചു കൊള്ളണം. 4, നീ ഒന്ന് മാനസാന്തരപ്പെടണം. അവസാനം പറയുന്നു, നീ ഉണരാതെ ഇരുന്നാൽ നീ എന്നോടുകൂടെ ഇരിക്കില്ല, വെള്ളയുടുപ്പ് ലഭിക്കുകയില്ല, ജീവൻ്റെ പുസ്തകത്തിൽ പേര് കാണുകയില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനിത് ഓർപ്പിച്ചതിൻ്റെ അർത്ഥം തള്ളിപ്പറച്ചിലുകൾ പത്രോസിൽ മാത്രമല്ല. ഇന്ന് ക്രിസ്തുവിൻ്റെ മക്കളായി ആത്മീയപാതയിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഇത് എന്നിൽ നിന്നുണ്ടായിരിക്കുന്ന വീഴ്ചയും തിന്മയുമല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് യഥാസ്ഥാനപ്പെടുവാനും തിരുത്തുവാനും എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. കർത്താവിനോടുകൂടെ ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ല. ശീമോൻ പത്രോസേ, നീ ഉറങ്ങുകയാണോ? ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട നാഴിക വന്നിരിക്കുന്നു. അതെ, ഉറങ്ങിപ്പോയാൽ അധ്വാനം വ്യർത്ഥമാകും. മണവാളനെ കാണുകയില്ല, മണവറയുടെ വാതിൽ അടയ്ക്കപ്പെടും. അതെ, അറിയുന്നില്ല എന്നുള്ള കഠിന ശബ്ദം കേൾക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു, ആകയാൽ ഉറങ്ങിയവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പാപത്തിൻ്റെ മരണാവസ്ഥ, സിൻ ബ്ലൈൻഡ്സ്, സിൻ ബൈൻഡ്സ്, സിൻ ഗ്രൈൻഡ്സ്. പാപം നമ്മെ അന്ധരാക്കും, പാപം നമ്മെ മറിച്ചു കളയും, പാപം നമ്മെ നശിപ്പിച്ചു കളയും. ആയതുകൊണ്ട് പാപത്തിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാം. 3 ചിന്തകൾ ഞാൻ ഓർപ്പിച്ചു. 1, കൂടെ നടന്ന ഗുരുവിൽ നിന്ന് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ നന്മകളെ തൽക്ഷണം മറന്നുപോയി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നീ മറക്കരുത്, അവൻ്റെ ഉപകാരങ്ങൾ നീ മറക്കരുത്, അവൻ്റെ വാഗ്ദത്തങ്ങളെ നീ മറക്കരുത്. 2, സ്വന്തം ശക്തിയിലും സ്വാധീനത്തിലും ആത്മപ്രശംസയും ഉന്നതഭാവവും അവനെ വീഴ്ത്തിക്കളഞ്ഞു. നാമും ഒന്നിലും പുകഴാതെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയാന്വിതരായിരിക്കുക. 3, കർത്താവിനോടുകൂടെ ഉണർന്നിരിപ്പാൻ അവന് സാധിച്ചില്ല. ഈ നോമ്പിൻ്റെ കാലയളവ് കൂടുതലായി പ്രാർത്ഥനയിലും വേദവചനത്തിലും ധ്യാനത്തിലുമൊക്കെ മുഴുകേണ്ട സന്ദർഭങ്ങളാണ്. ഇവിടെ മറ്റൊരു ക്രമീകരണമായിരുന്നെങ്കിൽ ഈ ദേവാലയം എത്രമാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുമായിരുന്നു. പീഡാനുഭവ ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിൽ നമുക്ക് വചനത്തോടുള്ള താല്പര്യം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക. ദൈവവചനം നമുക്ക് ജീവൻ നൽകുന്നതാണ്. ഒരു ചിന്തകൻ പറഞ്ഞു, ഇഫ് യു ക്യാരി ദ ബൈബിൾ
ദ ബൈബിൾ വിൽ ക്യാരി യു. നീ ദൈവത്തിൻ്റെ വചനം കയ്യിലെടുത്താൽ വചനം നിന്നെ കരങ്ങളിൽ താങ്ങിക്കൊള്ളും. ദൈവവൈതലിൻ്റെ ആയുധമാണ്, അനുഗ്രഹമാണ് വേദപുസ്തകം. അത് കരങ്ങളിലെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കോട്ടയം ഓഫീസിൻ്റെ ഒരു മേളിൽ ഒരു ബോർഡുണ്ട്, ബൈബിൾ സൊസൈറ്റി എന്നല്ല. അവിടെ ഒരു ആലേഖനമുണ്ട്. അത് ഇപ്രകാരമാണ്. എന്താണെന്നറിയാമോ? അതിലെ ചോദ്യം ഇപ്രകാരമാണ്: ഇന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചുവോ? പീഡാനുഭാഴ്ചയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ ആയുധമായും അനുഗ്രഹമായും അത് കയ്യിലെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കുക. നാലാമതായി, അവൻ്റെ വീഴ്ചയ്ക്കും പരാജയത്തിനും കാരണം അവൻ അരുതാത്തടുത്ത് പോയി ഇരുന്നു എന്നുള്ളതാണ്. ഒന്നാം സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, ആലോചന പ്രകാരം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാവികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അതേ, തണുപ്പ് അകറ്റുവാൻ ഒരു സംഘം അവിടെ നിൽക്കുമ്പോൾ അവരുടെ അടുക്കൽ പോയി നിൽക്കുകയാണ്. അവർ ചോദിക്കുന്നതാണ് തള്ളിപ്പറച്ചിലിൻ്റെ പ്രധാന കാരണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവമക്കൾക്ക് യോജിക്കാത്ത സംഭാഷണങ്ങൾ, അവർക്ക് യോജിക്കാത്ത ഇടങ്ങൾ താവളങ്ങളായി നാം സ്വീകരിക്കരുത്. ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന അനേക ദുഃഖ സാഹചര്യങ്ങളും ഞാൻ ആരാണെന്നും എന്താണെന്നും എവിടെയായിരിക്കണമെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നാം ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ, അവനെന്നെ കാണുന്നു എന്നുള്ള ചിന്തയോടുകൂടെ ജീവിതം നയിപ്പാൻ നമുക്കിടയാകട്ടെ. ചുറ്റുപാടുകൾ സാഹചര്യവും സൗകര്യവും അനുസരിച്ച് നമ്മെ വിലയിരുത്തും. ഒരു ചിന്തകൻ പറഞ്ഞു, പീപ്പിൾ വിൽ ഹേർട്ട് യു, ഗോഡ് വിൽ ഹീൽ യു. ജനം നിനക്ക് മുറിവ് തരും, തമ്പുരാൻ നിന്റെ മുറിവുകൾ കെട്ടും. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞു, പീപ്പിൾ വിൽ ജഡ്ജ് യു, ഗോഡ് വിൽ ജസ്റ്റിഫൈ യു. നാലാമത്, പീപ്പിൾ വിൽ ഹ്യൂമിലിയേറ്റ് യു, ഗോഡ് വിൽ മാഗ്നിഫൈ യു. അതുകൊണ്ട് രക്ഷകൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അരുതാത്തിടത്ത് പോയിരുന്നു. ഈ 4 വീഴ്ചകൾ സമാനമായി ഒട്ടനവധി തള്ളിപ്പറച്ചുകളുടെ ഇടങ്ങളുണ്ടെങ്കിലും പ്രധാനമായി 4 ചിന്തകൾ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ ഈ തള്ളിപ്പറച്ചിലുകളും കുറവുകളൊക്കെ വന്നെങ്കിലും പത്രോസ് അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഗുരുസ്നേഹവും കരുതലും വീണ്ടെടുത്തു. എന്താ അതിൻ്റെ കാരണം? അവൻ പുറത്തുപോയി ആദി ദുഃഖത്തോട് പൊട്ടിക്കരഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഏറ്റവും വലിയ നേർച്ചയും കാഴ്ചയും തമ്പുരാൻ്റെ മുമ്പിലുള്ള കരച്ചിലാണ്. നിനക്ക് കരയുവാൻ മനസ്സുണ്ടെങ്കിൽ, അർപ്പിക്കുവാൻ, ഇവിടെ നേർച്ച അർപ്പിക്കുമ്പോൾ നിന്നൊന്ന് കരയുവാൻ മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായി നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥനയുടെ 3 അക്ഷരമുള്ള 3 വാക്ക് ഞാൻ പറഞ്ഞു തരാം. ഇന്നൊന്നും ശ്രദ്ധിച്ചില്ലേലും ഈ 3 വാക്ക് നിങ്ങൾ ഓർക്കണം. പരുമല പള്ളിയിലല്ല, ഏത് പള്ളിയിൽ ചെന്നാലും ജീവിതത്തിൻ്റെ ദുഃഖ സാഹചര്യങ്ങളിൽ കൂടപ്പിറപ്പുകളും വീട്ടിലുള്ളവരും അധിക്ഷേപിച്ചപ്പോൾ സങ്കടം ആരോടും പറയാൻ കഴിയാതെ ദേവാലയത്തിൽ എന്നും വരുന്ന ഒരു സ്ഥലത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു സ്ത്രീ, ആമുഖ പ്രാർത്ഥന ഞാനത് ഓർപ്പിച്ചിരുന്നു. 1 ശമൂവേൽ 1:10 അധ്യായത്തിൽ. ആരാ സ്ത്രീ? ഹന്ന എന്ന് പറഞ്ഞ സ്ത്രീ ആയിരുന്നു. അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ്, എൻ്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. അവളുടെ 3 വാക്കുകൾ, അവളുടെ 3 പ്രാർത്ഥന ഈ മഹാ ആത്മീയതയുടെ തറവാട്ടിൽ വന്നിരിക്കുമ്പോൾ ഈ 3 വാക്കുകൾ ഓർക്കണമേ. എന്താ അവളുടെ പ്രാർത്ഥന? പള്ളിയിൽ പോകുമ്പോൾ ഈ പ്രാർത്ഥന ഓർക്കണം. നെഞ്ചുരുകി അവൾ പ്രാർത്ഥിച്ചു, യഹോവേ, എൻ്റെ സങ്കടം നീ ഒന്ന് നോക്കണമേ, എന്നെ നീ ഒന്ന് ഓർക്കണമേ, എന്നെ നീ മറക്കരുതേ. 3 വാക്കുകൾ. എന്താ? നീ എന്നെ ഒന്ന് നോക്കണം, നീ എന്നെ ഒന്ന് ഓർക്കണം, നീ എന്നെ മറക്കരുത്. വീട്ടിലുള്ളവർ മറക്കട്ടെ, ചുമതലപ്പെട്ടവർ അവഗണിക്കട്ടെ, തമ്പുരാൻ നിന്നെ മാനിച്ചാൽ
അതെ, നീ എന്നും ഓർക്കപ്പെടും. അവൻ പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു. ഇന്ന് നമ്മുടെ പ്രശ്നം കരയുവാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ്. അതെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാത്താൻ്റെ താവളം 3 തലങ്ങളിലാണ്. ഒന്ന്, അനുതപിക്കാത്ത പാപം. ഇന്ന് പ്രാർത്ഥനയും കുർബാനയും നേർച്ചകളും സന്ദർശനങ്ങളും തീർത്ഥാടനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധമോ അനുതാപമോ ഇല്ല. അതിനാണ് നോമ്പിൽ കുമ്പസാരം സഭ ക്രമീകരിച്ചിരിക്കുന്നത്. 32-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പാപം മറച്ചു വച്ചാലുള്ള കുഴപ്പം എന്താ? ഞാൻ എൻ്റെ പാപത്തിൽ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. എന്താ കുമ്പസാരിക്കാതിരുന്നാലുള്ള കുഴപ്പം? അതെ, പാപം നമ്മെ ക്ഷയിപ്പിച്ചും ക്ഷീണിപ്പിച്ചും കഴിയും. കുമ്പസാരത്തിൻ്റെ നന്മകളല്ല അത് വേണ്ട എന്ന് പറയുന്നവർ ഇന്ന് പ്രചരിപ്പിക്കുന്നത്. എന്താ, എവിടെയെങ്കിലും എന്തെങ്കിലും ചില കുഴപ്പങ്ങളുണ്ടായെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാം തെറ്റാണെന്നുള്ളതല്ല. മറിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരമാണ് പാപമോചനാധികാരം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ മോചിക്കാതിരിക്കും. സാത്താൻ്റെ താവളം 1, അനുതപിക്കാത്ത ഏറ്റുപറയാത്ത പാപം. 2, ഉണങ്ങാത്ത മുറിവുകൾ. ഞാനും നിങ്ങളും കത്തികൊണ്ട് കുത്തുകൊടുക്കുന്നില്ലെങ്കിലും അനേകരുടെ ഹൃദയങ്ങളിൽ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ചില മുറിവുകൾ സമ്മാനിച്ചിട്ടുള്ളവരാണ്. ആ മുറിവുകൾ ഉണക്കാത്തത് സാത്താൻ നമ്മളിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. 3, ക്ഷമിക്കാത്ത പൊറുക്കാത്ത ചില മനസ്സിൻ്റെ ഉടമകൾ. അങ്ങനെ നാം ജീവിക്കുന്നെങ്കിൽ നമ്മിൽ സാത്താൻ്റെ ശക്തമായ താവളമുണ്ട് എന്ന് നാം അറിയുക, വിലയിരുത്തുക. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഇവിടെ സമാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് ദീർഘമായി പ്രവേശിക്കുന്നില്ല. അതെ, തമ്പുരാനെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അതിൻ്റെ ബോധ്യമുണ്ടായപ്പോൾ അവൻ ഗുരുവിൻ്റെ സന്നിധിയിൽ വന്ന് അവന് പാപത്തെക്കുറിച്ച് വീഴ്ചയെക്കുറിച്ചും അനുതാപമുണ്ടായി. അവൻ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. ഞാനും നിങ്ങളും ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറവുകളും കുറ്റങ്ങളും അഴുക്കുകളും മലിനതകളും സ്പർശിക്കാം. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ കണ്ണുനീരും അനുതാപത്തിൻ്റെ ഹൃദയവുമുണ്ട് എങ്കിൽ നമുക്ക് പാപമോചനം നിശ്ചയമായി ലഭിക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. കം നിയർ ടു ഗോഡ് ആൻഡ് ഗോഡ് വിൽ കം നിയറർ ടു യു. ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. എന്നിട്ട് എന്താ അവിടെ താഴെ സൂചിപ്പിക്കുന്ന വാക്ക്? കർത്താവിൽ പ്രിയ വിശ്വാസികളെ എന്നൊന്നുമല്ല, പിന്നെ നമ്മളെ സംബോധന ചെയ്യുന്നത് പാപികളെ എന്നാണ്. നമ്മൾ ചെയ്യേണ്ട 3-4 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. ഈ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, നിങ്ങൾ കൈകൾ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. അഴുക്കും പാപവും തിന്മയും നിറഞ്ഞ കൈകൾ. 2, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. 3 പറയുന്നു, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ. അതെ, അനുതാപത്താൽ പത്രോസ് നഷ്ടപ്പെട്ട തൻ്റെ ആ വലിയ അനുഗ്രഹവും പദവിയും വീണ്ടെടുക്കുകയാണ്. നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കാം, ഷേക്സ്പിയറിൻ്റെ സുപ്രസിദ്ധ സാഹിത്യകൃതിയാണ് മാക്ബത്ത്. അതിലെ മാക്ബത്തുമുണ്ട്, ലേഡി മാക്ബത്തുമുണ്ട്. അവർ സംയോജിച്ച് ഒരു കുലപാതകം ചെയ്യുകയാണ്. അവർ ചെയ്ത കുലപാതകം അവരല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല. അവർ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഓരോ ദിവസവും അവരുടെ മനഃശാന്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഒരു വാക്യം ഉദാഹരിച്ച്, ഞാൻ എൻ്റെ പാപത്തിൽ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ലേഡി മാക്ബത്ത് കുറ്റബോധം കൊണ്ട് അന്തരാത്മാവ് ഞരങ്ങുകയാണ്.
അതേ കൈകളിലേക്ക് നോക്കുമ്പോൾ കുലപാതകത്തിൻ്റെ രക്തക്കറയുടെ ദുർഗന്ധം അതിൽ നിന്ന് വമിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സുബോധം നശിച്ച ലേഡി മാക്ബത്ത് പറയുന്ന ഒരു കുറ്റസമ്മതമുണ്ട്. ഓൾ ദി പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സീറ്റ് ഇൻ മൈ ലിറ്റിൽ ഹാൻഡ്സ്. അറേബ്യയിലുള്ള സകല വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ എൻ്റെ കയ്യിൽ പുരട്ടിയാലും എൻ്റെ പാപത്തിൻ്റെ കറ മാഞ്ഞു പോകുകയില്ല. ദൈവവൈതലേ, നീ സുഗന്ധവർഗങ്ങളാൽ പാപക്കറകളുടെ ദുർഗന്ധം മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുകുത്തുമെങ്കിൽ കർത്താവ് നിൻ്റെ പാപങ്ങൾ മോചിച്ചു തരുവാൻ തയ്യാറാണ്. അവൻ്റെ സന്നിധിയിൽ വന്ന് അനുതാപത്തോടെ മുട്ടുകൂട്ടുക. കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ പങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പ്രാപിക്കും. മഹത്വം രക്ഷക നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിന നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോ. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിന്നോട് ചേർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും അനവധിയായി കണ്ടിട്ടും നീ വേദനയിലും നിൻ്റെ ഒറ്റപ്പെടുത്തലിലും നിന്നെ തള്ളിപ്പറഞ്ഞതിൻ്റെ മധ്യത്തിലും നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾ കേട്ടുവല്ലോ. കർത്താവെ, ആ സ്ഥാനത്ത് ഞാനാണോ എന്നുള്ള ചിന്തയും ബോധ്യവും എനിക്ക് തരണമേ. ഇന്ന് ഈ ധ്യാന വചനം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ, അതെ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അഹന്ത മാറ്റിവെച്ച് നീ എനിക്ക് ചെയ്ത നന്മകളെ വിസ്മരിക്കാതെ അവയെ ഓർത്ത് ഞാനിന്നിരിക്കുന്ന ഇടം ദൈവവൈതലിന് യോഗ്യതാണോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുനീരാൽ എൻ്റെ പാപക്കറകൾക്ക് മോചനം ലഭിപ്പാൻ എന്നെ ഒരുക്കണമേ. ഞാൻ കുരിശിന്ന യാഗപീഠത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പാപനിമിത്തം എൻ്റെ സഭയോട് നീ മറുതലിക്കരുതേ. എൻ്റെ പാപനിമിത്തം എൻ്റെ ഭവനം നശിച്ചു പോകുവാനിടയാകരുതേ. എൻ്റെ പാപനിമിത്തം എൻ്റെ വ്യക്തിജീവിതത്തിൽ കാറും കോളും ആഞ്ഞടിപ്പാനിടയാകരുതേ. യേശുവിൻ്റെ രക്തം സകല അനീതിയും പോക്കി മക്കളെ നിന്നെ ശുദ്ധീകരിക്കുന്നതാകയാൽ ആ കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ ഞങ്ങൾക്ക് മോചനവും മുദ്രയും നൽകണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ, വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ, മുദ്ര കുത്തപ്പെട്ട ഞങ്ങൾ, മൂറോൻ്റെ പരിമളവാസന പ്രാപിച്ച ഞങ്ങൾ, മാമോദീസായുടെ ശുഭ്ര വസ്ത്രം പ്രാപിച്ച ഞങ്ങൾ, പാപത്തിൻ്റെ ഇരുട്ട വസ്ത്രം ധരിപ്പാനിടയാകാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞത് മതി കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ച്, കർത്താവെ, തുടർന്നുള്ള പീഡാനുഭവത്തിൻ്റെ ഈ നാളുകളിൽ നിന്നോട് ചേർന്ന് വരുവാനും അനുതപിപ്പാനും പുനരുത്ഥാനത്തിൻ്റെ വിജയത്തിൽ പങ്കാളികളാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കൾക്കതിനാലെ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ ചുംബിക്കുമ്പോൾ, ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ചയിൽ കുരിശ് കുമ്പിടുമ്പോൾ ഞങ്ങളുടെ സകല ബന്ധനങ്ങളും അവിടുന്ന് അഴിച്ചു തരണമേ. സാത്താൻ്റെ ബന്ധനങ്ങൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അസ്വസ്ഥതയുടെ ബന്ധനങ്ങൾ എല്ലാം മാറ്റി ഞങ്ങൾക്ക് കർത്താവെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നൽകണമേ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. മക്കളെ, ആകയാൽ ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതേ. പാപത്തിൻ്റെ ബന്ധനത്തിലാകാതെ നീ തന്ന സ്വാതന്ത്ര്യത്തിൽ അന്ത്യം വരെ നിലനിൽപ്പാൻ, നിനക്കുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു. എത്രയോ പേര് ഞങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ വന്ന് ആരോഗ്യത്തോടെ മുട്ടുമടക്കിയിരിക്കുമ്പോൾ ക്യാൻസർ രോഗികളായി, ഹൃദയരോഗികളായി, കിഡ്നി രോഗികളായി, സ്ട്രോക്ക് വന്ന് ശരീരം നിശ്ചലരായി, പരസഹായം കൂടാതെ എൻ്റെ ദൈവമേ, നീ എന്നെ ഇങ്ങനെ ഭാരപ്പെടുന്ന എന്തേ എന്നോർത്ത്
രോഗക്കിടക്കെ കണ്ണുനീരുകൊണ്ട് നനയ്ക്കുന്നവരായ അനേകരുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് വിശ്വസിപ്പാൻ അവിടെ നിൻ്റെ മക്കളെ സന്ദർശിക്കണമേ. യുദ്ധ മേഖലകളിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ജീവിതങ്ങളെയെല്ലാം നീ ധൈര്യപ്പെടുത്തണമേ. കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തത വരുത്തിയ കർത്താവെ, യുദ്ധത്തിന് ശമനം നൽകി ഭരണകർത്താക്കൾക്ക് അതിനുള്ള വിവേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മകൃപ വ്യാപരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം നിൻ്റെ ഞങ്ങളുടെ കൃപയുടെ വാതിൽ ഞങ്ങളുടെ മുമ്പാകെ അടച്ചു കളയരുതേ. പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ചോദിച്ചല്ലോ അപ്പുറമായി ദൈവിക ദാനങ്ങളാൽ ബലപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ.